നമസ്കാരം, വെൽക്കം ബാക്ക് ടു ട്രാംബൂർ സ്കൂൾ ഓഫ് യോഗ. സ്വാഗതം പുതിയൊരു വീഡിയോയിലേക്ക്. ഇത് നമ്മളുടെ നെക്ക് പെയിൻ, ഷോൾഡർ പെയിൻ, അതായത് സ്പോണ്ടിലോസിസ് അങ്ങനെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ചെയ്യാവുന്ന എക്സസൈസുകളാണ് പറഞ്ഞു തരുന്നത്. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഉള്ള ഒരു പ്രശ്നമാണ് ഈ കഴുത്ത് വേദന. കൂടുതൽ സമയം എന്തെങ്കിലും ഒരേപോലെ കഴുത്തിന് മൂവ്മെൻ്റ് ഇല്ലാതെ സിസ്റ്റം യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഈവൻ ഒരേ സമയം നമ്മളിങ്ങനെ നേരെ നോക്കി നിൽക്കുകയോ ഒക്കെ ചെയ്താൽ ഉണ്ടാകുന്ന പ്രശ്നമാണ്. ഒരേ സമയം നമ്മൾ നേരെ നോക്കി നിൽക്കുകയെന്ന് ഞാൻ പറഞ്ഞത് നമ്മൾ പള്ളിയിലൊക്കെ കുർബാനയ്ക്ക് ഒരു 1.5 മണിക്കൂറൊക്കെ നിൽക്കുമല്ലോ, അതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്നത് ചിലർക്ക് വലിയ മൂവ്മെൻ്റ് ഇല്ല, നേരെ നോക്കി തന്നെ ഇപ്പം എനിക്ക് വേണ്ടി ഇങ്ങനെ ഈ സ്പോണ്ടിലോസിസിൻ്റെ ചില പ്രശ്നങ്ങൾ അതൊക്കെ ഞാൻ ഈ എക്സസൈസുകളൊക്കെ ചെയ്തിട്ടാണ് വലിയ കുഴപ്പമില്ലാതെ കൊണ്ടുപോകുന്നത്. ഇത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടൊന്നും മാറ്റാൻ സാധിക്കത്തില്ല, പക്ഷേ നമ്മളുടെ ഈ ഇത്തരം വ്യായാമങ്ങളൊക്കെ ചെയ്ത് അതുമായിട്ട് നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പം അങ്ങനെ ചെയ്യാവുന്ന വ്യായാമങ്ങൾ പറഞ്ഞു തരാം. അപ്പം ശ്രദ്ധിച്ച് കണ്ട് മനസ്സിലാക്കിയിട്ട് എല്ലാ ദിവസവും ചെയ്യുക. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വല്ലപ്പോഴും ചെയ്യാതെ റെഗുലറായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് യൂഷ്വലി എല്ലാ മനുഷ്യരും ചെയ്യുന്നത് അവർക്കൊരു വേദന ബുദ്ധിമുട്ട് വന്നാൽ ആ ഭാഗം അനക്കാതെ വെക്കും. അത് കൂടുതൽ പ്രശ്നങ്ങൾക്ക് കാരണമാവും. അതുകൊണ്ട് നിങ്ങൾ കലശലായ വേദനയുള്ളപ്പോൾ ചെയ്യേണ്ട, അല്ലാതെ മൈൽഡ് പെയിനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വ്യായാമങ്ങൾ ചെയ്ത് തന്നെ പോവുക. അനക്കാതെ വെച്ചാൽ അത് കൂടുതൽ വിഷയമാണ്. ഓക്കെ, അപ്പോൾ ആദ്യം ചെയറിൽ ഇരുന്നിട്ട് ചെയ്യാം. ഇങ്ങനെ തറയിൽ ഇരിക്കണമെന്നൊന്നുമില്ല, ഒരു ചെയർ വെച്ചിട്ട് ഇരുന്നിട്ട് ചെയ്യാം. ഞാനിപ്പം ഇങ്ങനെ ഇരിക്കുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പം ഫസ്റ്റ് നിവർന്നിരുന്നിട്ട് നിങ്ങൾ എന്നിട്ട് കഴുത്ത് ഒന്ന് മൂവ് ചെയ്യിക്കുക. എല്ലാം ചെയ്യുന്നത് കഴുത്തിൻ്റെ എക്സസൈസ് ചെയ്യുന്നത് വളരെ സാവധാനമായിരിക്കണം. പ്രത്യേകിച്ച് ഇങ്ങനെ വേദനയുള്ള ആൾക്കാർ, വേദന ഇല്ലാത്തവർക്കും ചെയ്യാൻ കാരണം എപ്പോഴും അവിടെ ഒരു മൂവ്മെൻറ്റും മൊബിലിറ്റി, ഒരു ബ്ലഡ് ഫ്ലോ ഒക്കെ നല്ലതായിട്ടുള്ളതും നല്ലതാണ്. അതുകൊണ്ട് എല്ലാവരും ചെയ്യുന്നത് നല്ലതാണ്. ഇങ്ങനെ വേദനകൾ ഉണ്ടാകാതിരിക്കും, സ്റ്റിഫ്നെസ് ഒക്കെ ഒഴിവാകും. അപ്പം ആദ്യമായിട്ട് റൈറ്റിലേക്കൊന്നും തിരിക്കാൻ, നമുക്ക് എത്ര തിരിക്കാൻ പറ്റുമോ, ബാക്കിൽ എന്തെങ്കിലും ഒരു സാധനം ഇരിക്കുന്നു അതിലേക്ക് നോക്കുന്നത് പോലെ നോക്കുക. നേരെ വരിക, വീണ്ടും വളരെ സാവധാനം തിരിയുക. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ കൂടുതലും സിസ്റ്റം യൂസ് ചെയ്ത് അങ്ങനെയുള്ള IT മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവരായതുകൊണ്ട് അവർ തീർച്ചയായിട്ടും ഈ എക്സസൈസുകൾ ഇടയ്ക്ക് ചെയ്യണം. അങ്ങോട്ടൊരു മൊബിലിറ്റി വരാൻ, കഴുത്തിൻ്റെ ആ സ്റ്റിഫ്നെസ് ഒക്കെ മാറാൻ സഹായിക്കും. ഇങ്ങനെ ചെയ്യുമ്പം ബാക്കിലേക്ക് പോകുന്നു, ഫ്രണ്ടിലേക്ക് ശ്വാസം എടുത്തിട്ട് തിരിച്ചു വരുന്നു, ശ്വാസം വിട്ടുകൊണ്ട് ബാക്കിലേക്ക് വീണ്ടും പോകുന്നു, ശ്വാസം എടുത്തുകൊണ്ട് തിരിച്ചു വരുന്നു. നിങ്ങൾ ഫസ്റ്റ് ഈ ശ്വാസത്തിലൊന്നും വലിയ ശ്രദ്ധ കൊടുക്കണമെന്നില്ല, സാധാരണ നോർമൽ ബ്രീത്തിങ്ങിലൊക്കെ ചെയ്താലും മതി. ഓക്കെ, ഇതൊരു 10 തവണ നിങ്ങൾ ആവർത്തിക്കണം. എന്നിട്ടിനി അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻ്റാണ്. സാവധാനം മേളിലേക്ക് നോക്കുക. ഒരു 3 സെക്കൻഡിലൊന്ന് ഹോൾഡ് ചെയ്തിട്ട് വേണം താഴ്ത്തി കൊണ്ടുവരിക. ഇതിലേക്ക് താടി നമ്മുടെ ചെസ്റ്റിൽ മുട്ടത്തൊക്കെ വരും. വീണ്ടും 3 വരെ എണ്ണുന്നവരെ ഹോൾഡ് ചെയ്യുക. ശ്വാസം എടുത്തുകൊണ്ട് ഇങ്ങനെ പോവുക. ശ്വാസം വിട്ടുകൊണ്ട് സാവധാനം ചെസ്റ്റിലേക്ക് താക്കുക, ഹോൾഡ് ചെയ്യുക. വളരെ സാവധാനം ചെയ്യുക, ഹോൾഡ് ചെയ്യുക. ഇതും ഒരു 10 തവണ ചെയ്യുക. ദെൻ കഴുത്തിൻ്റെ റൊട്ടേഷൻ ഉണ്ട്. അത് പക്ഷേ ചിലർക്കത് ചെയ്യുമ്പോൾ നമ്മൾ തല ചുറ്റുന്ന പോലെ തോന്നും. അതുകൊണ്ട് നമുക്കൊരു ഇങ്ങനെ ഫുൾ റൊട്ടേഷൻ ചെയ്യാതെ, ഇതൊരു ഫുൾ റൊട്ടേഷനാണ്. ഇങ്ങനെ ഒന്ന് തിരിച്ച്, ഇതൊരു ഫുൾ റൊട്ടേഷൻ. പക്ഷെ അതെല്ലാവർക്കും ബുദ്ധിമുട്ടാണ്, എനിക്കത് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പം ഞാനിത് ഹാഫ് റൊട്ടേഷനാണ് ചെയ്യുന്നത്. ഹാഫ്, ഇങ്ങനെ. ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ ഒരു വ്യായാമം ഒഴിവാക്കിയാൽ മതി. ഹാഫ് റൊട്ടേഷൻ പറ്റുന്നവർ മാത്രം ചെയ്യുക. ഇത് ആക്ച്വലി അപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്, എനിക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് ചെയ്യുക. ദെൻ
ഇങ്ങനെ കൈ പിടിക്കുക, ഇങ്ങനെ താക്കുക, ഹോൾഡ് ചെയ്യുക, 5 വരെ എണ്ണുന്നവരെ ഹോൾഡ് ചെയ്യുക, റിലീസ് ചെയ്യുക. മനസ്സിലായില്ലേ? കൈ ഇങ്ങനെ പിടിക്കുന്നു, എന്നിട്ട് കഴുത്ത് മറ്റേ ഷോൾഡറിലേക്കൊന്ന് താഴ്ത്തുന്നു. ഓക്കെ, മറ്റേ സൈഡും ചെയ്യണം. വീണ്ടും ഒന്നുകൂടെ. ഇങ്ങോട്ട് വലിക്കുക. വീണ്ടും ഈ കൈ ഇങ്ങോട്ട് നോക്കുക, ഈ കൈ കൊണ്ട് ഇങ്ങോട്ട് വലിക്കുക, ഈ കൈ കൊണ്ട് ഈ കൈയെ വലിക്കുക, അങ്ങോട്ട് നോക്കുക. ഷോൾഡറിൻ്റെ പെയിൻ. ഓക്കെ, പിന്നെ ചെയ്യേണ്ടത് ഈ കൈ ഇവിടെ ഇങ്ങോട്ട് തള്ളുക, തല കൊണ്ട് നമ്മൾ ഈ സൈഡിലോട്ടും തള്ളുക. ഇങ്ങോട്ട് പ്രസ് ചെയ്യുന്ന ഒപ്പം തന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ തല കൊണ്ട് അങ്ങോട്ട് ഫോഴ്സ് കൊടുക്കണം. ഓക്കെ, 1. വീണ്ടും കൈ കൊണ്ട് പ്രസ് ചെയ്യുന്നു, തല കൊണ്ട് കൈയിലേക്ക് പ്രസ് ചെയ്യുന്നു. ഓക്കെ, 1. ഈ സൈഡ് കൈ ഇങ്ങോട്ട് പ്രസ് ചെയ്യുന്നു, തല കൊണ്ട് അങ്ങോട്ട് പ്രസ് ചെയ്യുന്നു. ഒരു 3 വരെ എണ്ണുന്നവരെ നിന്നാൽ മതി. ഓക്കെ, എന്നിട്ട് നെറ്റിയിൽ കൈ ഇങ്ങനെ വെച്ചിട്ട് ഇതേപോലെ തന്നെ കൈ കൊണ്ട് പ്രസ് ചെയ്യുന്നു, തല കൊണ്ട് ഈ കൈയിലേക്ക് പ്രസ് ചെയ്യുന്നു. അപ്പോൾ ഒക്കെ നെക്കിൻ്റെ അവിടെ ഒരു പ്രഷർ വരുന്നുണ്ട്. വീണ്ടും ഓക്കെ, ഇനി വിരൽ ഓർത്ത് പിടിച്ചിട്ട് തലയുടെ ബാക്കിൽ ഇങ്ങനെ പിടിക്കുക. അതുപോലെ തലയിലോട്ട് പ്രസ് ചെയ്യുന്നു, കൈവിരൽ കോർത്ത് പിടിച്ച് തലയിലോട്ട് പ്രസ് ചെയ്യുന്നു, തല കൊണ്ട് ഓപ്പോസിറ്റ് പ്രസ് ചെയ്യുന്നു. ഓക്കെ, ഇങ്ങനെ കോർത്ത് പിടിച്ചേക്കുവാണ്. വീണ്ടും മിനിമം 3 തവണയെങ്കിലും ചെയ്യുക, പറ്റുമെങ്കിൽ ഒരു 5 തവണ ചെയ്യുക. ഓരോന്നും ചെയ്യുന്നതിനിടയ്ക്ക് നിങ്ങളൊന്ന് റിലാക്സ് ചെയ്ത് ചെയ്യുക. കണ്ടിന്യൂസ് പെട്ടെന്ന് ചെയ്തു പോകാറ്. ഇത്രയും കാര്യങ്ങളൊന്ന് എല്ലാ ദിവസവും ഒന്ന് ചെയ്തു നോക്കുക. ഞാൻ ചെയ്യുന്നതായതുകൊണ്ടും എനിക്ക് അതിനൊരു റിലീഫ് കിട്ടുന്നതായതുകൊണ്ടും ഉറപ്പായിട്ടും നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ഇത് പൂർണ്ണമായിട്ടൊന്നും മാറത്തില്ല. ഇങ്ങനെ ലഘു വ്യായാമങ്ങളും യോഗയൊക്കെ ചെയ്തിട്ട് അതുമായിട്ട് നമ്മുടെ ലൈഫ് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുക എന്നതേ ഉള്ളൂ ഒരു സൊല്യൂഷൻ. ഓക്കെ, അപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും ചെയ്ത് ഒരാശ്വാസം കണ്ടെത്തട്ടെ. അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.